തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായ കേസിൽ മാതാപിതാക്കളുടെ വിരലടയാളം ശേഖരിച്ചു. ക്രിമിനൽ കേസുകളിൽ പ്രതിയാണോ എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണിത്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ക്രിമിനൽ റെക്കോർഡുകളും പരിശോധിക്കും. നാടോടി സംഘത്തിലുള്ള സംശയം തോന്നുന്നവരുടെ വിരലടയാളങ്ങളും പരിശോധിക്കും. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഇപ്പോഴും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാര് എന്നതറിയാനായി ആ ഒരു അന്വേഷണം ഈ കുട്ടിയുടെ തന്നെ ബന്ധുക്കളിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണോ പോലീസ് ഇപ്പോൾ? ദിവ്യ, 2 രീതിയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതായത് ഒന്ന്, ഈ കുട്ടി എങ്ങനെയാണ് ആ പൊന്തക്കാട്ടിൽ, അതായത് ബ്രഹ്മോസിന് പുറകിൽ കുട്ടിയെ പിന്നീട് കണ്ടെത്തിയ സ്ഥലത്തെത്തിയത് എന്നുള്ള കാര്യമാണ് പോലീസ് ഒരു തരത്തിൽ അന്വേഷിക്കുന്നത്. മറ്റൊരു രീതിയിൽ അന്വേഷിക്കുന്നത് ഈ കുട്ടിയെക്കുറിച്ചുള്ള രേഖകളൊന്നും ഹാജരാക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് കുട്ടി എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ യഥാർത്ഥ രക്ഷിതാക്കൾ തന്നെയാണോ ഒപ്പമുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് കുട്ടിയെ ശിക്ഷേമ സമിതി താൽക്കാലികമായി ഏറ്റെടുത്ത സ്ഥിതിക്ക് കുട്ടിയുമായി ബന്ധപ്പെട്ട രേഖകൾ, ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ, എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ വേണം എന്നുള്ളത് മാതാപിതാക്കളോട്, അതായത് ഇപ്പോൾ കുട്ടിയോടൊപ്പമുള്ള മാതാപിതാക്കളോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇവർക്ക് യാതൊരു രേഖകളും ഹാജരാക്കാൻ സാധിച്ചില്ല. ഇതിൽ സംശയം തോന്നിയ പോലീസ് മറ്റ് 3 കുട്ടികൾ, ഇവർക്ക് ആകെ 4 കുട്ടികളാണ്, അതുകൊണ്ട് മറ്റ് 3 കുട്ടികളിൽ ആരുടെയെങ്കിലും ഇത്തരത്തിലുള്ള രേഖകൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ചു. അങ്ങനെ നോക്കുമ്പോൾ 4 കുട്ടികളുടെയും കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു രേഖയും ഹാജരാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വിരലടയാളം ശേഖരിക്കാൻ വേണ്ടി പോലീസ് ഒരുങ്ങുന്നത്. കാരണം മറ്റേതെങ്കിലും രീതിയിലാണോ കുട്ടികൾ ഇവരുടെ കയ്യിലെത്തിയത്, ഇവർ തന്നെയാണോ മാതാപിതാക്കൾ എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് ഒരു വഴിക്ക് DNA ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവർ ബീഹാർ സ്വദേശികളാണ്. പല സംസ്ഥാനങ്ങളിലും ഇവർ കടന്നു പോന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് കേരളവും. അതുകൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും സംസ്ഥാനത്തെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിൽ ഇവരുടെ വിരലടയാളം ശേഖരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ശേഖരിച്ചിരിക്കുന്നത് കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും വിരലടയാളങ്ങളാണ്. സംശയം തോന്നുന്ന ഈ നാടോടി സംഘത്തിൽപ്പെട്ട കൂടുതൽ ആളുകളുടെ വിരലടയാളം കൂടി പോലീസ് ശേഖരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസിന് വേറൊരു രീതിയിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആദ്യം കുട്ടി ഇവിടെ പൊന്തക്കാട്ടിലെത്തിയത് എങ്ങനെയെന്നുള്ള അന്വേഷണത്തിന് സമാന്തരമായി തന്നെ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ, കുട്ടിയുടെ യഥാർത്ഥ രക്ഷിതാക്കൾ ഇവർ തന്നെയാണോ എന്നുള്ളത് ഒന്ന് കൃത്യമായി അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, നിലവിൽ DNA പരിശോധന നടന്നിട്ടുണ്ട്, അതിന്റെ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ അല്ല എന്ന് ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ കുട്ടിയെ ഏറ്റെടുക്കേണ്ടി വരും. ശിക്ഷേമ സമിതിയോ മറ്റേതെങ്കിലും സംവിധാനമോ കേരളത്തിൽ അത് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കുട്ടിയോടൊപ്പമുള്ള മാതാപിതാക്കൾക്ക് നേരെ നടപടിയെടുക്കുന്ന സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മാത്രമല്ല, ഇവർ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനത്താണ് ഇവർ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവരുടെ പശ്ചാത്തലം മുഴുവൻ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ആ രീതിയിലാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ സമാന്തരമായി മറ്റ് രീതികളും, CCTV ദൃശ്യങ്ങളും ഫിംഗർ പ്രിന്റും ഫോറൻസിക് രേഖകളും ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള ഇത്തരത്തിലുള്ള അന്വേഷണവും പോകുന്നത്. ദിവ്യ, തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ് അന്വേഷണമാണ് ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്. കുട്ടിയുടെ കൂടെയുള്ളത് യഥാർത്ഥ മാതാപിതാക്കൾ തന്നെയാണോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അതുപോലെ തന്നെ കൂടെയുള്ള മാതാപിതാക്കൾ മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണോ എന്നതറിയാനായി അവരുടെ വിരലടയാളം കൂടി പോലീസ് ശേഖരിച്ചു വരികയാണ്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.